Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Okay, എങ്ങനെയുണ്ട് മഴയൊക്കെ? മഴയുണ്ടോ? മഴയുണ്ടല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങളിൽ ഫോർമുലയായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. 14 അല്ല 14 അല്ല 17 വരെ നമ്മൾ എടുത്തു അല്ലെ? കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് തൊട്ട് നോക്കാം നമുക്ക്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുല മാർക്ക് ചെയ്ത് തരുന്നത് നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാവുന്നതാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ആണ് 18th one. Percentage of cases who receive appropriate prophylactics antibiotics within the specified time frame. ഇവിടെ പറയുന്നത് നമ്മളൊരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളില് എത്ര പേഷ്യൻസ് സർജറികൾ കഴിഞ്ഞിട്ട് രോഗനിവാരണത്തിന് വേണ്ടി ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചു, അത്തരത്തിലുള്ള കേസുകളുടെ പെർസെന്റേജ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 18th വണ്ണിൽ പറയുന്നത് പ്രോഫിലാക്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രോഗനിവാരണം. ഓക്കെ, അപ്പോ ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളില് എത്ര പെർസെന്റേജ്, എത്ര പേഷ്യൻസ് സർജറി കഴിഞ്ഞിട്ട് രോഗനിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുണ്ട്, അത്തരത്തിലുള്ള ആ കേസസിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായോ? സർജറി കഴിഞ്ഞിട്ട് എത്ര പേര് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് പേഷ്യൻസ് who did receive appropriate prophylactic antibiotics divided by number of patients who underwent surgeries in the OT into 100. Okay, ഇവിടെ ഫോർമുല എന്താ കൊടുത്തിരിക്കുന്നത്? നമ്പർ ഓഫ് പേഷ്യൻസ് who did receive appropriate prophylactic antibiotics അല്ലെ? രോഗനിവാരണത്തിനായിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ ഇതാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് പേഷ്യൻസ് who did receive appropriate prophylactic antibiotics, രോഗനിവാരണത്തിനായിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് who underwent surgeries in the OT. ഓപ്പറേഷൻ തിയേറ്ററില് സർജറിക്ക് വിധേയമായ പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ, ആകെ സർജറിക്ക് വിധേയമായിട്ടുള്ള പേഷ്യൻസിന്റെ ആകെ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആണോ ഫോർമുല? 18ാമത്തെ ഫോർമുലയിൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളില് എത്ര പേഷ്യൻസ് എന്താണ് സർജറി കഴിഞ്ഞിട്ട് രോഗനിവാരണത്തിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുല എന്താണ് പറഞ്ഞത്?
number of patients who will receive appropriate prophylactics antibiotics. രോഗനിവാരണത്തിനായിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ ആകെ എണ്ണം divided by number of patients who underwent surgeries in the OT into 100. ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയമായിട്ടുള്ള പേഷ്യൻസിന്റെ ആകെ എണ്ണം into 100. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് നോക്കാം. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് സർജറീസ്. എന്താണ് റീഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ചുമയായതുകൊണ്ടാണ് കേട്ടോ ഞാൻ സൗണ്ട് കുറച്ചാണ് പറയുന്നത്. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടി പറയാം കേട്ടോ. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അപ്പോ 19th എന്താ പറഞ്ഞത്? പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് അല്ലെ. ഇപ്പോ പല കാരണങ്ങൾ കൊണ്ട് സർജറീസ് മാറ്റിവെക്കാറുണ്ട്. അതിന്റെ പെർസെന്റേജ് ആണ് 19th നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പല കാരണങ്ങൾ കൊണ്ട് സർജറീസ് മാറ്റിവെക്കാറുണ്ട്. ഓക്കെ, റീഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീഷെഡ്യൂളിംഗ് പുനർക്രമീകരിക്കുക അല്ലെ, പുനർക്രമീകരിക്കുക. ഓക്കെ, അപ്പോ ഇപ്പോ സർജറിയില് സാധാരണ സർജറി നടത്തുമ്പോ ചിലപ്പോ എന്താണ് 4 hours ഒക്കെ ലേറ്റ് ആയി പോയിട്ടുണ്ടെങ്കിലും അതെന്ത് ചെയ്യാറുണ്ട്? അപ്പൊ സർജറി നടത്താറുണ്ട്. 4 hours വരെ അവര് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോ ഒരു ഡോക്ടർ വരാൻ വൈകി, ഒരു പേഷ്യന്റിന് സർജറി ചെയ്തപ്പോ വൈകി, കുറച്ച് ടൈമൊക്കെ ആണെങ്കിൽ 4 hours വരെയൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും? സർജറി നടത്താറുണ്ട്. 4 hours കഴിഞ്ഞ് കുറെ വൈകുകയാണെങ്കിൽ അടുത്ത പേഷ്യൻസിനെ സർജറി ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ഡേറ്റ് ഒക്കെ ഇത് ചെയ്ത് വെക്കാറുണ്ട്, പോസ്റ്റ്പോൺ ചെയ്യാറുണ്ട്. ഓക്കെ, മാറ്റി വെക്കാറുണ്ട്. അപ്പൊ അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 4 hours വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. 4 hours കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പേഷ്യൻസിന് സർജറി ചെയ്യാതെ അത് പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റി വെക്കാറുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. Consist of cancellation and postponement beyond 4 hours for the surgery. 4 hours ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരത് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നീട് അതിൽ കൂടുതലാവുകയാണെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാറുണ്ട്. അതിന്റെ ഫോർമുലയാണ് കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ് ഇൻടു 100. എന്താണ് നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ് അല്ലെ? പുനർക്രമീകരിച്ചിട്ടുള്ള കേസുകളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്, ആ ദിവസം ആസൂത്രണം ചെയ്തിരിക്കുന്ന ടോട്ടൽ സർജറീസിന്റെ ടോട്ടൽ എണ്ണം ഇൻടു 100. അപ്പോ എന്താ പറഞ്ഞത്? നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ്, പുനർക്രമീകരിച്ചിട്ടുള്ള കേസസുകളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ആസൂത്രണം ചെയ്തതിന്റെ ടോട്ടൽ നമ്പർ ഇൻടു 100. ഓക്കെ, 18ഉം 19 ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പത്തൊമ്പതാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഷെഡ്യൂൾ ചെയ്ത സർജറീസിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
അപ്പോ ഒരു ദിവസം ചിലപ്പോൾ ഡോക്ടർ ഓപ്പറേഷന് വരാനായിട്ട് വൈകി, സർജറി ചെയ്യാനായിട്ട് ആ ടൈമിൽ വന്നില്ല, ചിലപ്പോൾ വൈകിട്ടുണ്ടാവും. അപ്പൊ ഫസ്റ്റ് നമ്മൾ സർജറി ചെയ്യുന്ന പേഷ്യന്റിനെ കയറ്റി ഒരു 4 years ഒക്കെ വൈകി, സാധാരണ സമയത്തിനെക്കാട്ടി കൂടുതൽ ഡോക്ടർ വൈകിയത് കാരണം സർജറി ചെയ്യാനായിട്ട് വൈകി. അപ്പോൾ നെക്സ്റ്റ് പേഷ്യന്റിനെ സർജറി ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ ടൈം കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, 4 hours ഒക്കെ വരെയാണ് കൂടുതലായതെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് ആ പേഷ്യൻസിനെ, രണ്ടാമത്തെ പേഷ്യന്റിനെ കയറ്റും. പക്ഷെ 4 hours കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ പേഷ്യന്റിനെ സർജറി ക്യാൻസൽ ചെയ്യുകയും അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുകയും ചെയ്യണം. മനസ്സിലായോ? അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റ് അതിന്റെ ഫോർമുല നോക്കിയേ. Number of cases rescheduled divided by number of cases planned into 100. എത്ര കേസസ് ആണ് റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, എത്ര നമ്പർ ആണ് പുനർക്രമീകരിച്ചിരിക്കുന്നത്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്, ആസൂത്രണം ചെയ്തതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ ആണോ? ഓക്കെ. 18ാമത്തെ പറയുന്നത് ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളില് എത്ര പേഷ്യൻസ് സർജറികൾ കഴിഞ്ഞ് രോഗനിവാരണത്തിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചു. അത്തരത്തിലുള്ള കേസുകളുടെ പെർസെന്റേജ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ അതിന്റെ ഫോർമുല നോക്കാം. നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡിഡ് റിസീവ് അപ്രോപ്രിയേറ്റ് പ്രൊഫിലാക്റ്റിക്സ് ആന്റിബയോട്ടിക്സ് divided by number of patients who underwent surgeries in the OT into 100. ഇവിടെ പറയുന്നത് രോഗനിവാരണത്തിനായിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ഓപ്പറേഷൻ തിയേറ്ററിലെ സർജറിക്ക് വിധേയമായ പേഷ്യൻസിന്റെ ആകെ എണ്ണം ഇൻറ്റു 100. ഞാൻ ക്യാമറ ഓഫ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? എനിക്ക് വയ്യാത്തത് കൊണ്ടാണ്. കുഴപ്പമുണ്ടെങ്കിൽ പറയാം. ക്യാമറ ഓഫ് ചെയ്ത് ക്ലാസ് എടുത്തോട്ടെ? ഓക്കെ. അപ്പോ 19ഉം 20ഉം നിങ്ങള് വായിച്ച് മനസ്സിലാക്കിയോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലെ? 19ഉം 18ഉം കേട്ടോ. ഓക്കെ. ഇനി 20ാമത്തെ നമുക്ക് നോക്കാം. Turn around time for issue of blood and blood component. Time taken to be calculated from the time the request is received in the blood bank till the blood is cross-matched or reserved and available for transfusion. അപ്പോ നമുക്കിപ്പോ ഒരു ബ്ലഡ് ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യന്റിന് നമ്മുടെ ഏതെങ്കിലും റിലേറ്റീവ് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അപ്പോ ബ്ലഡ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബ്ലഡ് ബാങ്കിൽ പോയിട്ട് നമ്മൾ കളക്ട് ചെയ്യും അല്ലെ? ഇല്ലേ? എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോ അങ്ങനെ കളക്ട് ചെയ്യുമ്പോ നമ്മൾ എന്താണ് അവിടേക്ക് കൊണ്ടുപോകേണ്ടത്? ഡോക്ടർ നമ്മുടെ കയ്യിലേക്ക് എന്ത് തരുന്നുണ്ട്? ഒരു റിക്വസ്റ്റഡ് ഫോം തരും ഇല്ലേ? ആ റിക്വസ്റ്റഡ് ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഉണ്ടായിരിക്കുന്നത്? അറിയാൻ പറ്റുമോ? രോഗിയുടെ പേരുണ്ടാവും അല്ലെ? പേരുണ്ടാവും. എന്താണ് രോഗിയുടെ കണ്ടീഷൻ അല്ലെ? രോഗം എന്താണെന്നുള്ളത് ഉണ്ടാവും അല്ലെ? പിന്നെ എന്താണ്? എത്ര ഡീറ്റെയിൽസുകൾ. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്?
എത്ര ക്വാണ്ടിറ്റിയിൽ ബ്ലഡ് വേണം, ബ്ലഡിന്റെ ഗ്രൂപ്പ് എന്താണെന്നുള്ളത് അല്ലെ. ബ്ലഡ് ഗ്രൂപ്പ്. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ക്രോസ് മാച്ച് ചെയ്യാനായിട്ട് ഈ രോഗിയുടെ സാമ്പിളും കൂടി എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ കൊടുത്തു വിടും, അവരുടെ കയ്യിലേക്ക്, ആ റിലേറ്റീവിന്റെ കയ്യിലേക്ക് കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ റിക്വസ്റ്റഡ് ഫോം ഉണ്ടാവും, സാമ്പിളും എല്ലാ ഡീറ്റെയിൽസും കൊണ്ടുപോയിട്ട് ബ്ലഡ് ബാങ്കിൽ കൊടുക്കുന്നു. ഇനി അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ സാമ്പിളൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ കൊടുക്കുമ്പോൾ അവര് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി അല്ലെ, ക്രോസ് മാച്ച് ഒക്കെ ചെയ്ത് നോക്കി കറക്റ്റ് ആണോ, യോജിച്ചതാണോ എന്നുള്ളത് നമ്മൾ നോക്കണോ അല്ലെ, അവിടെ വെച്ചിട്ട്. ഓക്കെ, അപ്പോ പെട്ടെന്ന് തന്നെ നമുക്കത് ബ്ലഡ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടോ? ഇല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നോക്കിയിട്ട് ക്രോസ് മാച്ച് ചെയ്ത് നോക്കി. അപ്പോ ടൈം ഇത്തിരി എടുക്കുന്നുണ്ടാവും അല്ലെ അവിടെ, ഇല്ലേ? ക്രോസ് മാച്ച് ചെയ്തൊക്കെ നോക്കാനായിട്ട് ഇത്തിരി ടൈം അവിടെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഫോർമുലയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. നമ്മൾ ബ്ലഡ് ബാങ്കിൽ പോയിട്ട് ക്രോസ് മാച്ച് ചെയ്യുന്നതിന്റെ അനുയോജ്യമാണോ അല്ലയോ, അപ്പൊ അങ്ങനെ നോക്കാനായിട്ട് കുറച്ച് ടൈം ആവശ്യമായിട്ട് വരും. അതിന്റെ ഫോർമുലയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. സം ഓഫ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണന്റ് across matched or reserved. ഓക്കെ, മനസ്സിലായോ എന്താ പറയുന്നത്? അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് അത് ക്രോസ് മാച്ച് ചെയ്ത് തരാനായിട്ട് കുറച്ച് ടൈം എടുക്കില്ലേ, അതാണ് സം ഓഫ് ടൈം ടേക്കൺ. തരാൻ വേണ്ടി എടുത്ത ടൈമിന്റെ ആകെ തുക. മനസ്സിലായോ? തരാൻ വേണ്ടിയിട്ട് നമുക്കത് ക്രോസ് മാച്ച് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഒത്തിരി ടൈം എടുക്കും അല്ലെ, അതിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ total number of blood and the blood component cross matched or reserved. Okay, അവിടെ ക്രോസ് മാച്ച് ചെയ്യപ്പെട്ടതും അല്ലെങ്കിൽ എന്താണ് റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കരുതി വെക്കപ്പെട്ടതല്ലേ, ഇല്ലേ? റിസർവ് സ്റ്റോക്കിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, മെറ്റീരിയൽ മാനേജ്മെന്റില്. റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കരുതി വെക്കപ്പെട്ടതോ അല്ലെങ്കിൽ ക്രോസ് മാച്ച് ചെയ്യപ്പെട്ടതോ ആയിട്ടുള്ള ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണന്റിന്റെയും ടോട്ടൽ നമ്പർ. മനസ്സിലായോ? അതാണ് അവിടെ ആ ഓൾ ഡിവൈഡഡ് അല്ല കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? സം ഓഫ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ ആണ്, ബാക്കി മാറിപ്പോകരുതേ. ക്രോസ് മാച്ച്ഡ് ഓർ റിസർവ്ഡ് എന്നാണ് അവിടെ മീനിങ് ചെയ്യുന്നത്. മനസ്സിലായോ? തെറ്റിപ്പോകരുത് കേട്ടോ. അപ്പോ ടൈം, സം ഓഫ് ടൈം ടേക്കൺ, നമുക്ക് ക്രോസ് മാച്ച് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് എടുത്ത ടൈമിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണന്റ് ക്രോസ് മാച്ച്ഡ് ഓർ റിസർവ്ഡ്. ക്രോസ് മാച്ച് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ അവിടെ കരുതി വെക്കപ്പെട്ടിട്ടുള്ളതോ ആയിട്ടുള്ള ബ്ലഡിന്റെയോ ബ്ലഡ് കമ്പോണന്റിന്റെയോ ടോട്ടൽ എണ്ണം. മനസ്സിലായോ ഫോർമുല? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് 21. എന്താണ് പറയുന്നത്? നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ഐസിയുസ് ആൻഡ് വാർഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നഴ്സ് പേഷ്യന്റ് റേഷ്യോ. ഓർമ്മയുണ്ടോ? ഐസിയുല് പഠിച്ചത്, ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത് എന്തായിരുന്നു റേഷ്യോ? പഠിച്ചിട്ടുണ്ട്. റേഷ്യോ ഓർമ്മയുണ്ടോ? ഇല്ല, മറിച്ച് നോക്കേണ്ടതായിട്ട് വരുമോ റേഷ്യോ? ഓർക്കുന്നില്ലേ? ആരും ഓർക്കുന്നില്ലേ? 2:1. 2:1 ആണോ? ഓക്കെ, 2:1. ഇനി വേറെ എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ഇല്ല, ആരും ഓർക്കുന്നില്ല. 1:1 സഫിയ. ഓക്കെ, ശ്രീലക്ഷ്മി 1:1. ആരെങ്കിലും? ആൽവിൻ? 1:2 അഞ്ജന. ഓക്കെ, 1:2 കറക്റ്റ് ആണ്. 1:2
1:1 കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ജനറൽ വാർഡ് ആകുമ്പോൾ എന്തായിരിക്കാം? ജനറൽ വാർഡില് എങ്ങനെയാണ് റേഷ്യോ വരുന്നത്? ജനറൽ വാർഡില് ഗസ് ചെയ്യാൻ പറ്റുമോ? ജനറൽ വാർഡ് ആകുമ്പോ എങ്ങനെയായിരിക്കാം റേഷ്യോ വരുന്നത്? 1:6 കേട്ടോ. 1:6. ഓക്കെ, ഇനി അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് വാർഡിലാകുമ്പോഴോ 1:4 ആണ്. 1:4 ആണ്. ഓക്കെ, അപ്പോ അങ്ങനെ എന്താണ് നേഴ്സ് വാർഡിലും അതുപോലെ തന്നെ ICUലും ഉള്ള നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ. അപ്പൊ അതിന്റെ ഫോർമുലയാണ് ഇത് നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ് അല്ലെ. നമുക്കറിയാം ICUലൊക്കെ ആണെങ്കിൽ എന്താണ് ഒരു ഫിക്സഡ് റേറ്റ് ആണല്ലേ. ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാകുന്നത് ഒരു ഫിക്സഡ് റേറ്റ് ഉള്ള ഒരു ബെഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ എന്താണ് വാർഡിലാകുമ്പോഴും ഇത്ര ഒരു നേഴ്സിന് ജനറൽ വാർഡിലാകുമ്പോൾ 6 പേഷ്യൻസ് എന്ന നിലയിലായിരിക്കാം. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് വാർഡാകുമ്പോൾ ഒരു നേഴ്സിന് എന്താണ് 4 രോഗികൾ എന്ന നിലയിലാണ് റേഷ്യോ പോകുന്നത്. അപ്പോ ഇവിടെ പറയുന്ന ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്, അവിടെ ടോട്ടൽ നമ്പർ അല്ലെ നഴ്സിംഗ് സ്റ്റാഫിന്റെ വാർഡിലുള്ളതും അതുപോലെ തന്നെ ICUലുള്ള നഴ്സിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്, രോഗികള് കൈവശപ്പെടുത്തിയിട്ടുള്ള പേഷ്യൻസ് കൈവശപ്പെടുത്തിയിട്ടുള്ള ബെഡിന്റെ ടോട്ടൽ എണ്ണം. എത്ര ബെഡുകൾ അല്ലെങ്കിൽ എത്ര പേഷ്യൻസ് ആണോ ഉണ്ടായിട്ടുള്ളത് അത്രയും നഴ്സുമാർ അവിടെ വേണം അല്ലെ. ഇപ്പോ ഞാൻ പറഞ്ഞു ICUലാണെങ്കിൽ ഒരു പേഷ്യന്റിന് ഒരു നഴ്സ് എന്ന നിലയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു നഴ്സിന് 2 പേഷ്യന്റ് എന്ന നിലയിലാണ് റേഷ്യോ പോകുന്നത്. അപ്പോ എത്ര ബെഡുകൾ അല്ലെങ്കിൽ എത്ര രോഗികള് ബെഡുകൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ അതിനർത്ഥം എന്താണ്? ICUല് എത്ര രോഗികളുണ്ട് എന്നുള്ളതല്ലേ. 4 രോഗികളുണ്ടെങ്കിൽ അത്രയും എന്ത് വേണം? 4 രോഗികളുണ്ടെങ്കിൽ നഴ്സുമാര് എത്ര വേണം എന്നുള്ളതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്, ടോട്ടൽ നമ്പർ നഴ്സിംഗ് സ്റ്റാഫിന്റെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള, എവിടെയൊക്കെയാണ് ICUലും അതുപോലെ തന്നെ വാർഡിലും അവൈലബിൾ ആയിട്ടുള്ള നഴ്സുമാരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ് കൈവശപ്പെടുത്തിയിട്ടുള്ള ബെഡിന്റെ ടോട്ടൽ നമ്പർ. ഓക്കെ, അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs ആൻഡ് വാർഡ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. 20 and 21. ക്ലിയർ ആണോ? 20 and 21. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. വെയിറ്റിംഗ് ടൈം ഫോർ
Waiting time for outpatient consultation. Waiting time is the length of time which one should wait in order to order for a specific action to happen. After that action is called for or mandated. Waiting time for outpatient consultation is the time for which the patient has come to the respected outpatient department till the time that the respected consultant begins the assessment. ഇപ്പോൾ നമ്മള് എന്താണ് OPD-യിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കാം അവിടെ കൺസിഡർ ചെയ്യുന്നത്? എങ്ങനെയാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുക OPD-യില്? പറയാൻ പറ്റുമോ? എവിടെയൊക്കെ ആയിരിക്കും നമ്മൾ OPD ചെല്ലുമ്പോൾ നമ്മള് എന്താണ് വെയിറ്റ് ചെയ്യുന്നത്? കൺസൾട്ടേഷന് വേണ്ടിയിട്ട് അല്ലെ? ടോക്കൺ എടുക്കാനായിട്ട്, ടോക്കൺ എടുത്ത് കഴിഞ്ഞ് ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. അത് മാത്രമുള്ള വെയിറ്റ് ചെയ്തിരിക്കല്? ഇനി ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് സ്കാനിങ്, ഓക്കെ, പല പല ടെസ്റ്റുകൾ നമ്മൾ നടത്തുമ്പോ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. പിന്നെന്താണ് റിസൾട്ട് കിട്ടാനായിട്ട് ഫാർമസിയിൽ അല്ലെ മെഡിസിൻ വാങ്ങിക്കാനായിട്ട് നമ്മൾ ടോക്കൺ എടുത്ത് പിന്നെന്താണ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കും അല്ലെ? നമ്മുടെ നമ്പർ വിളിക്കുന്നത് വരെയും അപ്പോഴും എന്താണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ പ്രധാനമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാറ് OPD ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ? ഒന്ന് ഡോക്ടറെ കാണാനായിട്ടും അതുപോലെ തന്നെ മെഡിസിൻ വാങ്ങിക്കാനായിട്ട് നമ്മള് വെയിറ്റ് ചെയ്യിപ്പിക്കാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങള് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കൺസൾട്ടേഷൻ ടൈമിലും അതുപോലെ തന്നെ മെഡിസിൻ വാങ്ങിക്കാനായിട്ടാണ് വെയിറ്റിംഗ് ടൈം ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? ഇവർ പറയുന്ന വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റ് എത്തി ഡോക്ടർ പ്രാഥമിക വിലയിരുത്തല് നടത്തുന്നത് എപ്പോഴാണോ അവിടെ വരെയുള്ള ടൈമാണ് വെയിറ്റിംഗ് ടൈം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇവര് പറയുന്ന വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു രോഗി OPD വിഭാഗത്തിലോട്ട് എത്തി ഡോക്ടർ പ്രാഥമിക വിലയിരുത്തല് നടത്തുന്നത് എപ്പോഴാണോ അവിടെ വരെയുള്ള ടൈമാണ് വെയിറ്റിംഗ് ടൈം ആയിട്ട് ഇവര് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഫോർമുല നോക്കിയേ. സം ടോട്ടൽ പേഷ്യന്റ് in time for consultation divided by total number of outpatient. എന്താ പറയുന്നത്? Some total patient in time for consultation. കൺസൾട്ടേഷന് വേണ്ടി പേഷ്യന്റ് എത്തി അതിന്റെ ആ സമയത്തിന്റെ ആകെ തുക, കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണാനായിട്ട് പേഷ്യന്റ് എത്തി ആ സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ അവിടെ വന്നിരിക്കുന്ന ആകെ പേഷ്യൻസ് ഉണ്ടാവുമല്ലോ ഡോക്ടറെ കാണാനായിട്ട്, അവിടെ ഉള്ളവരുടെ ആകെ എണ്ണം. ഓക്കെ, അപ്പൊ എന്താണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്? കൺസൾട്ടേഷന് വേണ്ടി രോഗി എത്തിയ ആ സമയത്തിന്റെ ആകെ തുക, അതുപോലെ തന്നെ അത് ഡിവൈഡഡ് ബൈ അവിടെ എത്ര പേര് ഡോക്ടറെ കാണാനായിട്ട് വന്നിട്ടുണ്ട്, എത്ര ഔട്ട് പേഷ്യൻസ് ഉണ്ട്, അതിന്റെ ടോട്ടൽ. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് എന്താ? വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് അല്ലെ? ഓക്കെ, രോഗനിർണയത്തിന് നമ്മള് എത്ര ടൈം വെയിറ്റ് ചെയ്യണം? എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? എവിടെയായിരിക്കാം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടത്? ടെസ്റ്റുകൾക്ക് അല്ലെ? വെരി ഗുഡ്. ടെസ്റ്റുകള് സ്കാനിങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ
അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. ഓക്കെ, അതിന്റെ ഫോർമുലയാണ് നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Waiting time for diagnostics is the time from which the patient has come to the diagnostic services till the time that the test is started. ഇവിടെ പറയുന്നത് രോഗി ഹോസ്പിറ്റലിലെത്തി, ഡോക്ടർ രോഗിക്ക് രോഗനിർണയം നടത്താനായിട്ട് സ്കാനിങ്ങിന് വേണ്ടി റിക്വസ്റ്റഡ് ഫോം കൊടുത്തു. ചിലപ്പോ വയറുവേദനയായിട്ടായിരിക്കാം വരുന്നത്. അപ്പൊ ഡോക്ടർ ഇത് പറയും, പോയിട്ടൊന്ന് സ്കാൻ ചെയ്തിട്ട് വരും, എന്നിട്ട് നമുക്ക് നോക്കാം അല്ലെ, റിസൾട്ട് നോക്കിയിട്ട് മരുന്ന് എഴുതാന്ന് പറയും അല്ലെ. ഓക്കെ, അങ്ങനെ സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടർ എന്ത് കൊടുക്കും? പ്രിസ്ക്രിപ്ഷൻ കൊടുക്കും അല്ലെ, റിക്വസ്റ്റഡ് ഫോം കൊടുക്കും. നമ്മൾ എന്ത് ചെയ്യും? ആ റിക്വസ്റ്റഡ് ഫോം കൊണ്ടുപോയിട്ട് എവിടെ കൊടുക്കും? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുക്കും അല്ലെ. ഇനി അവര് പറയും, കൊടുത്തു കഴിഞ്ഞ് അവര് നമ്മുടെ അവിടെ രജിസ്റ്റർ കാര്യങ്ങളൊക്കെ എഴുതി, രജിസ്റ്ററൊക്കെ എഴുതി അവര് പറയും, വെയിറ്റ് ചെയ്തിരിക്കൂ, ടൈം ആകുമ്പോ സ്കാൻ ചെയ്യാനായിട്ട് വിളിക്കാന്ന് പറയും അല്ലെ. ഓക്കെ, അപ്പം അതിന്റെ ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെ, അപ്പൊ റിക്വസ്റ്റഡ് ഫോം കൊടുത്തു, അത് രോഗി കൊണ്ടുപോയിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ കൗണ്ടറിൽ കൊടുക്കുന്നത് മുതൽ, ഓക്കെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് മുതൽ നമ്മളെ സ്കാനിങ്ങിന് വിധേയമാക്കുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ് ഉണ്ടാവില്ലേ, അതിനെയാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നമ്മൾ ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്തു, നമ്മളെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചിരിക്കാറുണ്ടല്ലേ, അവര് നമ്മളെ സ്കാനിങ്ങിന് വിധേയമാക്കുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ്. അതിന് ഫോർമുല ഒന്ന് കറക്റ്റ് ആണോ നോക്കട്ടെ, മിസ് വായിക്കാം. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോർമുലയല്ല. ഓക്കെ, ഫോർമുല വായിക്കാം. സം of time taken for diagnostics. Correct ആണോ? Sum of time taken for diagnostics divided by ഇല്ല. ഓക്കെ, മിസ് പറഞ്ഞു തരാം, അതുപോലെ എഴുതിയാൽ മതി കേട്ടോ. ആ ഹെഡിങ് ഇല്ലേ, അത് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂമറേറ്റർ ആണ് അവിടെ ഫസ്റ്റ് വരുന്ന ഹെഡിങ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഹെഡിങ് നോക്കി പഠിക്കാനായിട്ട് എളുപ്പവഴി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് മിസ് പറഞ്ഞു തരാം. സം ഓഫ് ടൈം ടേക്കൺ ഫോർ diagnostics divided by, ബാക്കിയുള്ളത് കറക്റ്റ് ആണ് കേട്ടോ, divided by number of patients reported in diagnostics. ഓക്കെ, ഫോർമുല കറക്റ്റ് ആക്കി എഴുതിയോ? Sum of time taken for diagnostics divided by number of patients reported in diagnostics. അപ്പൊ എന്താ പറയുന്നത്? ഡയഗ്നോസ്റ്റിക്സിൽ അല്ലെ, രോഗനിർണയത്തിന് വേണ്ടിയിട്ട് എടുത്ത മൊത്തം ടൈം ഡിവൈഡഡ് ബൈ രോഗനിർണയത്തിന് വേണ്ടി വന്ന മൊത്തം പേഷ്യൻസിന്റെ ആകെ എണ്ണം, അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻസിന്റെ ആകെ എണ്ണം. അതാണ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് അത് കിട്ടും. ഓക്കെ, ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടിയിട്ട് എടുത്ത മൊത്തം ടൈം ഡിവൈഡഡ് ബൈ ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടി വന്ന മൊത്തം പേഷ്യൻസിന്റെ ആകെ എണ്ണം. ഓക്കെ, അപ്പോ ആ പേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. 19th one ട്ടോ, 19 percentage of rescheduling of surgeries. Percentage of rescheduling of surgeries.
അതുപോലെ 21 nurse patient ratio for ICUs and wards. അതുപോലെ 23 waiting time for diagnostics. Okay. Next time taken for discharge. Okay. The discharge process is considered to have initiated when the consultant formally approves discharge and ends with the patient having the clinical unit. ഇപ്പോ ഇവിടെ പറയുന്നത് ഡിസ്ചാർജ് അല്ലെ. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടർ ഒരു രോഗിക്ക് ഫോർമൽ ആയിട്ട് കൊടുക്കുന്ന ഒരു റിലീസ് ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഡിസ്ചാർജ് പ്രോസസ്സിൽ ഓർക്കുന്നുണ്ടോ? ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്ചാർജ് പ്രോസസ്സിൽ രോഗിക്ക് ഡോക്ടർ ഒരു ഫോർമൽ ആയിട്ട് കൊടുക്കുന്ന ഒരു റിലീസ് ആണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ ഫോർമൽ ആയിട്ട് ഡിസ്ചാർജ് കൊടുത്ത് ആ പേഷ്യന്റ് ക്ലിനിക്കൽ യൂണിറ്റിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. മനസ്സിലായോ? ഇപ്പോ രോഗിക്ക് കാലത്ത് ഡിസ്ചാർജ് കൊടുത്തു, ചിലപ്പോ വൈകുന്നേരം ആയിരിക്കും അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് ആശുപത്രിയിൽ നിന്നും വിടുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ടൈം ഗ്യാപ്പ് കിട്ടില്ല. ടൈം ഗ്യാപ്പിനെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്? ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡോക്ടർ രോഗിക്ക് ഫോർമൽ ആയിട്ട് ഡിസ്ചാർജ് കൊടുത്ത് ആ പേഷ്യന്റ് ക്ലിനിക്കൽ യൂണിറ്റിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ്, അതിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡിസ്ചാർജ് കൊടുക്കുന്ന ആ ടൈം, അതാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുല നോക്കി. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്. എന്താണ്? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് അല്ലെ. ഡിസ്ചാർജിന് വേണ്ടിയിട്ട് എടുത്ത ടൈമിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്. എത്ര നമ്പർ ഓഫ് പേഷ്യൻസ് ആണ് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയത്. ഓക്കെ, അവരുടെ ടോട്ടൽ നമ്പർ. ഓക്കെ, അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് കിട്ടും. മനസ്സിലായോ? ഡിസ്ചാർജിന് വേണ്ടിയിട്ട് എടുത്ത ടൈമിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് പേഷ്യൻസ് ആണ് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ, 22, 23, 24 ഒന്ന് വായിക്കാം കേട്ടോ.
ക്ലിയർ ആണോ 3 ഫോർമുലാസും? ഓക്കെ, ഇനി 25th നോക്കാം. Percentage of a medical record having incomplete and or improper consent. Informed consent is a type of consent in which the healthcare provider has a duty to initiate his or her patient about the procedure, its potential risk and benefit, alternative procedure or treatment with their risk and benefit, so as to make the patients able to take and informed decision of her or his health care. ഇവിടെ പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു പേഷ്യൻസിന് നമ്മൾ പുതിയതായിട്ട് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ സമ്മതം നമ്മൾ ചോദിക്കണം അല്ലെ? അയാളുടെയോ അല്ലെങ്കിൽ അയാളുടെ ഫാമിലിയുടെയോ കൺസെന്റ് നമ്മള് ചോദിക്കണം, സമ്മതം ഇല്ലേ? ഇപ്പൊ ഒരു ക്യാൻസറിന് പുതിയതായിട്ട് ഒരു മരുന്ന് എന്തെങ്കിലും അല്ലെങ്കിൽ കീമോ ചെയ്യുകയാണെങ്കിൽ കീമോ ചെയ്യാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരോട് സമ്മതം ചോദിക്കണ്ടേ നമ്മള്? വേണ്ടേ? എന്നിട്ട് വേണം നമ്മള് അത് ചെയ്യാനായിട്ട് അല്ലെ, ആ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ എന്താണ്, ഒരു പുതിയൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോ റിലേറ്റീവ്സിനോട് ചോദിക്കണം, അവരുടെ കൺസൾട്ട് വാങ്ങിക്കണം, അല്ലെങ്കിൽ പേഷ്യൻസിന് സമ്മതമാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അവരോട് പറയണം, ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന സൈഡ് എഫക്ട്സ് ഉണ്ടാവും ഇല്ലേ? നമ്മൾ കീമോ ചെയ്യുമ്പോ വൊമിറ്റിംഗ് ടെൻഡൻസി, അതുപോലെ ഹെഡേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാം. സൈഡ് എഫക്ട്സ് ഉണ്ടാവും, അതുപോലെ ഇന്നതാണ് ഇത് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്, അതുപോലെ ഇന്ന മെഡിസിൻസ് കഴിക്കണം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മള് പറഞ്ഞ് പേഷ്യൻസിനെയും പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെയും ഫാമിലീസിനെയും ഒക്കെ അവർക്ക് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് വേണം എന്ത് കൊടുക്കാനായിട്ട്, പുതിയതായിട്ടുള്ള ട്രീറ്റ്മെന്റ് രോഗിക്ക് കൊടുക്കാനായിട്ട്. ഓക്കെ, ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. ചില സമയങ്ങളില് ചില ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ചെയ്യാറില്ല. മനസ്സിലായോ? പുതിയ ട്രീറ്റ്മെന്റ് ഒരു രോഗിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇന്നതാണ് സൈഡ് എഫക്റ്റ്, ഇന്ന ബെനിഫിറ്റുകളാണ് ഉണ്ടാകുന്നത് അല്ലെ? അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും രോഗികൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെ? രോഗികളോട് പറഞ്ഞു കൊടുക്കണം. പക്ഷേ ചില ഹോസ്പിറ്റലുകള് ഇങ്ങനെ ചെയ്യാറില്ല, കൺസെന്റ് വാങ്ങിക്കാറില്ല. മനസ്സിലായോ? അപ്പൊ അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ കൺസെപ്റ്റ് എന്താണെന്ന്? ഒരു പുതിയ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോ ഇന്നതാണ് ഇതിനുള്ള ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ ദൂഷ്യഫലങ്ങൾ, ഇന്ന സൈഡ് എഫക്ട്സുകൾ ഇന്നതുണ്ടാവും, ഇതിന്റെ ബെനിഫിറ്റ് ഇതാണ്, ഇന്ന മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്, ഇന്ന ട്രീറ്റ്മെന്റിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണം ട്രീറ്റ്മെന്റ് ആരംഭിക്കാനായിട്ട്. ക്ലിയർ ആണോ കൺസെപ്റ്റ്? പക്ഷേ ചില ഹോസ്പിറ്റലുകള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ചിലപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ രോഗികൾക്ക് പുതിയ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോ ചിലവരെന്ത് ചെയ്യാം, മരണപ്പെട്ടു പോവാം. മനസ്സിലായോ? അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ പറഞ്ഞ് അവർക്ക് സമ്മതമാണെങ്കിൽ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ ആണോ കൺസെപ്റ്റ്? ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് or improper consent divided by total number of discharge or death into 100. Okay. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ്
ഓർ ഇംപ്രോപ്പർ കൺസെന്റ് അല്ലെ. എന്താ പറയുന്നത്, കൃത്യമല്ലാത്ത സമ്മതങ്ങള് എത്ര എണ്ണമാണ് മെഡിക്കൽ റെക്കോർഡിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ചിലപ്പോ ചിലവരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, സമ്മതത്തോട് കൂടിയിട്ടായിരിക്കില്ല ചെയ്യുന്നത് ആ ട്രീറ്റ്മെന്റ്. അതാണ് ഇവിടെ പറയുന്നത്, കൃത്യമല്ലാത്ത സമ്മതങ്ങൾ എത്ര എണ്ണമാണ് മെഡിക്കൽ റെക്കോർഡിൽ വന്നിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ എന്താണ്, ഇംപ്രോപ്പർ കൺസെന്റ് ഓർ നമ്പർ ഓഫ് ഡിസ്ചാർജ് ഓർ ഡെത്ത്. എന്താ പറയുന്നത്, കൃത്യമല്ലാത്ത റിസ്കുകള് പറഞ്ഞു കൊടുക്കാതെ ഡെത്ത് സംഭവിക്കാം അല്ലെ. ഇന്നത് ദൂഷ്യഫലങ്ങൾ ഉണ്ടാകും, സൈഡ് എഫക്ട്സ് ഉണ്ടാവും, ഇന്ന മരുന്ന് കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകും എന്നൊന്നും രോഗികൾക്ക് പറഞ്ഞു കൊടുക്കില്ല. ഓക്കെ, അപ്പോ ചിലവരെന്ത് ചെയ്യാം, മരണപ്പെട്ടേക്കാം. അപ്പോ കൃത്യമായിട്ട് ഇല്ലാത്ത അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള റിസ്കുകള് പറഞ്ഞു കൊടുക്കാതെ ഡെത്ത് സംഭവിക്കാം. അല്ലെങ്കിൽ എന്താണ്, കൃത്യമായ വിവരങ്ങള് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ചാർജ് ആയി പോവാം രോഗികള്. മനസ്സിലായോ? അതാണ് നമ്പർ ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കാം. കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ രോഗികൾ മരണപ്പെടാം. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രോഗികള് ഡിസ്ചാർജ് ആയി പോകാം. അവരുടെ ടോട്ടൽ എണ്ണം into 100. കിട്ടിയോ? മനസ്സിലായോ ഫോർമുല? ഓക്കെ, ഇതെന്താ പറയുന്നത്, കൃത്യമല്ലാത്ത സമ്മതങ്ങള് എത്ര എണ്ണമാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ വന്നിരിക്കുന്നത് ഡിവൈഡഡ് ബൈ, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള റിസ്കുകൾ പറഞ്ഞു കൊടുക്കാതെ രോഗികൾ മരണപ്പെട്ടേക്കാം. അല്ലെങ്കിൽ എന്താണ്, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രോഗികൾ ഡിസ്ചാർജ് ആയി പോയേക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ടോട്ടൽ നമ്പർ into 100. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് എന്താണ്, 26. സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ്. A stock out is an event which happens when an item listed as an emergency medications by the organization is not available upon the requested requirements date in the organization. ഇവിടെ പറയുന്നത് എമർജൻസി മെഡിസിൻസ് സ്റ്റോക്ക് ഔട്ടായി പോകുന്നതിന്റെ റേറ്റ് എത്രത്തോളം ഉണ്ട് എന്നാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റല് കുറച്ച് എമർജൻസി മെഡിസിന്റെ ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഏതൊക്കെയാണ് എമർജൻസി മെഡിസിൻ എന്നുള്ളത് ആ ലിസ്റ്റിൽ ഉണ്ടാവും. ഈ എമർജൻസി മെഡിസിൻസ് ആ സ്ഥാപനത്തിന് ആവശ്യമായിട്ട് വരുന്ന സമയത്ത്, ഹോസ്പിറ്റലിന് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ചിലപ്പോ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിൽ കുറച്ച് എമർജൻസി മെഡിസിൻ ഉണ്ടാവും, അതിന്റെ ലിസ്റ്റ് ഉണ്ടാവും, ഏതൊക്കെയാണ് എമർജൻസി മെഡിസിൻസ് എന്നുള്ളത് അതിന്റെ ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റില് അനുസരിച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് എമർജൻസി മെഡിസിൻസ് എന്നുള്ളത്. അതുപോലെ തന്നെ എമർജൻസി മെഡിസിൻ ആ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അവിടെ എന്തായിരിക്കില്ല, അവൈലബിൾ ആയിരിക്കില്ല അല്ലെ. അതിനെയാണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എമർജൻസി മെഡിസിൻസ് സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നതിന്റെ റേറ്റ് എത്രത്തോളം ഉണ്ട്. ഓക്കെ, ഫോർമുല നോക്കാം. നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട് ഓഫ് എമർജൻസി ഡ്രഗ്സ് divided by number of drugs listed as emergency drugs in hospital formulary into 100. into 100 സ്ക്രീനിൽ ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്.
hospital formulary into 100. ഓക്കെ, ആ ഫോർമുല എന്താണ്? എത്ര എമർജൻസി ഡ്രഗുകളാണ്, എമർജൻസി മെഡിസിനുകളാണ് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നത്, അതിന്റെ ടോട്ടൽ നമ്പർ divided by number of drugs listed as emergency drugs in hospital formulary into 100. hospital formulary എമർജൻസി ഡ്രഗുകളായിട്ട്, എമർജൻസി മെഡിസിനുകളായിട്ട് എത്ര എണ്ണമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഒന്നുകൂടി പറയാം ഫോർമുല. എത്ര എമർജൻസി മെഡിസിനുകളാണ് സ്റ്റോക്ക് ഔട്ട് ആയി ഇരിക്കുന്നത് ഡിവൈഡഡ് ബൈ ഹോസ്പിറ്റൽ ഫോർമുലറിയില് എമർജൻസി ഡ്രഗുകളായിട്ട് എത്ര എണ്ണമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. കിട്ടിയോ? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ 24 ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് മാർക്ക് ചെയ്ത് വെക്കാം. ഇന്നെടുത്തതില് 24 ഉണ്ട്, അതുപോലെ 23, 21, 19 ഇത്ര ഭാഗങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇത്ര വരെയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്ര വരെയും പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.